ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്ലീഹ നോമ്പിൻ്റെ ഈ ആദ്യ ദിവസത്തിൽ നാം ധ്യാനിക്കുന്നത് കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാരിൽ ഒരാളായ മാർ പത്രോസ് സ്ലീഹായുടെ ജീവിതമാണ്. ഒരു സാധാരണ മത്സ്യത്തൊഴിലാളിയിൽ നിന്ന് സഭയുടെ ആദ്യകാല നേതാവായി ദൈവം ഉയർത്തിയ അത്ഭുതകരമായ ജീവിത സാക്ഷ്യമാണ് പത്രോസിൻ്റേത്. യോർദാൻ നദീതീരത്തുള്ള ബത്സയിദ എന്ന ഗ്രാമത്തിലാണ് പത്രോസ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ശീമോൻ എന്നായിരുന്നു. യേശു അദ്ദേഹത്തെ വിളിച്ചപ്പോൾ പറഞ്ഞു, നീ പത്രോസാണ്, ഈ പാറമേൽ എൻ്റെ സഭയെ പണിയും. ഇത് ഒരു മനുഷ്യൻ്റെ കഴിവിനോടുള്ള പ്രശംസയായിരുന്നില്ല, മറിച്ച് ദൈവം ഒരു സാധാരണ മനുഷ്യനിലൂടെ ചെയ്യുവാൻ പോകുന്ന ആ വലിയ ദൗത്യത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. വിളിക്കപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി ഗലീല കടൽ തീരത്ത് വല നെയ്തുകൊണ്ടിരുന്ന ശീമോനോട് യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കൂ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ച പത്രോസ് നമ്മെ ഒരു വലിയ സത്യം ഇവിടെ പഠിപ്പിക്കുന്നു. ദൈവ വിളിക്ക് മറുപടി നൽകുവാൻ വലിയ യോഗ്യതകൾ ആവശ്യമില്ല എന്നുള്ള വലിയ സത്യം. സന്നദ്ധമായ ഒരു ഹൃദയം അതുമാത്രം മതിയാകും. വീണുപോയെങ്കിലും വീണ്ടും ഉയർന്ന ഒരു ശിഷ്യനായിരുന്നു പത്രോസ്. പത്രോസിന്റെ ജീവിതത്തിൽ വിജയങ്ങൾ മാത്രമല്ല ഉണ്ടായിരുന്നത്. ഗുരുവായ യേശുവിനെ ഒരിക്കലും തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞ പത്രോസ് ഭയത്തിൻ്റെ നിമിഷത്തിൽ 3 പ്രാവശ്യം യേശുവിനെ നിഷേധിച്ചു. കോഴി കൂകിയപ്പോൾ തൻ്റെ വീഴ്ച മനസ്സിലാക്കിയ പത്രോസ് പുറത്തുപോയി കഠിനമായി കരഞ്ഞു. ആ കണ്ണുനീർ നിരാശയുടെ കണ്ണുനീരായിരുന്നില്ല, അതൊരു മാനസാന്തരത്തിൻ്റെ കണ്ണുനീരായിരുന്നു. നമ്മുടെ ജീവിതത്തിലും വീഴ്ചകൾ ഉണ്ടാവാം, പക്ഷേ ദൈവം നമ്മുടെ വീഴ്ചകളെ നോക്കി നമ്മെ തള്ളിക്കളയുന്നില്ല. മാനസാന്തരപ്പെടുന്ന ഹൃദയത്തെ അവിടുന്ന് വീണ്ടും ഉയർത്തുന്നു. അതാണ് പെന്തിക്കോസ്തിയിലെ ധൈര്യശാലിയായ സാക്ഷി. ഒരു ദാസിയുടെ മുൻപിൽ ഭയന്ന പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതിന് ശേഷം ആയിരക്കണക്കിന് ജനങ്ങളുടെ മുൻപിൽ യേശുവിനെ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചു. പെന്തിക്കോസ്തിയിലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം സഭയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മഹത്തായ ഒരു സുവിശേഷ പ്രഘോഷണമായി മാറി. ആ ദിവസം അനേകർ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും സഭ വളരുവാൻ തുടങ്ങുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് ഒരു ഭീരുവിനെ ധീരനായ ഒരു സാക്ഷിയാക്കി മാറ്റി. ഇന്നും അതേ ആത്മാവ് നമ്മുടെ ജീവിതത്തിലും പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയ ദൈവമക്കളെ, കുരിശിൻ്റെ വഴിയിലൂടെ മഹത്വത്തിലേക്ക് നടന്നെടുത്ത പത്രോസ് തൻ്റെ ഗുരുവിനെ പോലെ മരിക്കാൻ താൻ യോഗ്യനല്ല എന്നു കരുതി. അതുകൊണ്ട് റോമിൽ നിയോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് തലകീഴായി ക്രൂശിക്കപ്പെടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചു എന്നാണ് സഭാ പാരമ്പര്യം നമ്മെ പറഞ്ഞു മനസ്സിലാക്കുന്നത്. തൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെയും യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച വിശ്വാസത്തിൻ്റെ വീരനായി പത്രോസ് നിലകൊണ്ടു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ധ്യാന സന്ദേശം പത്രോസിൻ്റെ ജീവിതം നമ്മോട് 3 കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. നമ്മുടെ ബലഹീനതകൾ ദൈവ വിളിക്ക് ഒരിക്കലും ഒരു തടസ്സമല്ല. രണ്ടാമതായി, വീഴ്ചയ്ക്ക് ശേഷം മാനസാന്തരം നമ്മെ വീണ്ടും ഉയർത്തും. മൂന്നാമതായി,
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സാധാരണ മനുഷ്യരെ അസാധാരണ സാക്ഷികളാക്കും. ഈ സ്ലീഹാ നോമ്പിൻ്റെ ആദ്യ ദിവസത്തിൽ നമുക്കും പത്രോസിനെ പോലെ പറയാം, കർത്താവേ, നീയല്ലാതെ ഞങ്ങൾ ആരുടെ അടുക്കലേക്കാണ് പോകേണ്ടത്? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലാണ്. പ്രിയ ദൈവമക്കളെ, ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, മാർ പത്രോസ് ശ്ലീഹായെ വിളിക്കുകയും അവൻ്റെ ബലഹീനതകളെ ശക്തിയാക്കി മാറ്റുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കുവാനുള്ള കൃപയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനുള്ള ധൈര്യവും തമ്പുരാനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. മാർ പത്രോസ് ശ്ലീഹായെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.